അക്കുത്തി കുത്താന വരമ്പത്തരണ കുത്തു കരിങ്കുത്ത് അച്ചൻകൊമ്പ കളിക്കുക. കൊള്ളാം. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ? ഞാൻ പറഞ്ഞാടോ. അപ്പൊ ഞാനൊന്നും ചെയ്യണ്ട, നിന്റെ മരുമോള് പറഞ്ഞു. റേഷൻ കാർഡ് കിട്ടിയോ? ആ കിട്ടി. ഇതെവിടെ വെക്കണ്ടേ? അച്ഛനെ കൊടുത്തേക്ക്. ഹരിയേട്ടൻ എവിടെയെങ്കിലും വച്ചാ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങോട്ട് താടോ. ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം, അല്ലേ മോളെ? പിന്നല്ലാതെ. എന്തായാലും ഇനി പാലും റേഷനും ഒക്കെ മേടിക്കാൻ അച്ഛൻ തന്നെ പോണ്ടേ? ആ നേരത്ത് പിന്നെ അവിടെ എവിടെയും കിടന്ന് തപ്പണ്ടല്ലോ. ആ മുത്തച്ഛന്റെ കയ്യും കാലും തളർന്നടാ. ചെന്ന് നിന്റെ അച്ഛനോട് ആട്ടാൻ പറ. നീ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? എന്താ ഉള്ള പെട്ടിയും പ്രമാണമൊക്കെ നമ്മളെ പുറകിൽ വെച്ചിരിക്കുന്നത്? പിന്നല്ലാതെ റോഡിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ? റോഡിലോ കാട്ടിലോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. തട്ടുപൊട്ട് സാധനങ്ങളൊന്നും എന്റെ പുറം വെക്കാൻ പറ്റില്ല. ചേടാ, 2-3 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് വെച്ചാ? പിന്നെ എവിടെ ഇടാനാ? അച്ഛന്റെ അമ്മയുടെ മുറിയിലോ? അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നുമില്ല. അച്ഛന്റെ അമ്മയുടെയും കട്ടിലും അലമാരയും പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ? ഒരു പണി ചെയ്യാൻ ശ്യാമളെ, ഞങ്ങളുടെ കട്ടിലഴിച്ച് മോളിലെങ്ങാനും കയറ്റി വെക്കാം. കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂന്നൊന്നുമില്ലല്ലോ. ഇത് നിന്റെ വീടാ, നിന്റെ സൗകര്യ, ഞങ്ങളുടെ സന്തോഷം. ഓ മേന്നെ, എന്താ മുഖത്തിനൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. കട്ടില് പോയെന്റെ ദേഷ്യ? അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെന്താ? വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുകൊണ്ടാ? അതത്ര കാര്യാക്കാനുണ്ടോ? വേറെ ആരാ ഉള്ളത്? ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണ അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ? പിന്നെ ശ്യാമളയോ രാധികയോ പോണം. വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോണം. അതിന് മേനൻ സമ്മതിക്കുവോ? പുറകെ മേനും വരും. അപ്പൊ പിന്നെ ഏതാ നല്ലത്? കുട്ടികളുടെ സൗകര്യല്ലേ നമ്മുടെ സന്തോഷം. വരൂ, വന്ന് ഊണ് കഴിക്കൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു. ശ്യാമളെ? ഇവിടിപ്പോ ശ്യാമളയാണോ തീരുമാനങ്ങൾ എടുക്കണത്? നീയായിരുന്നല്ലോ തറവാട്ടമ്മ. ഇതവരുടെ വീടല്ലേ. ഓ, അപ്പൊ പാർവതി മന്ദിരം ഒന്ന് പേരിട്ടിരിക്കണത് തന്നെ സോപ്പിടാൻ വേണ്ടി മാത്രല്ലേ? വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുക. ആ പോട്ടെ, അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി. പക്ഷെ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ചതി കാണിക്കേണ്ടിയിരുന്നില്ല. എന്താ? കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത്? അതിപ്പോ താഴോട്ടിറങ്ങി. ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന, അതീ താഴെ അവന്റെ ഭാര്യ, അതീ താഴെ ഉണ്ണിക്കുട്ടൻ, അതിലും താഴെയാ നമ്മള്, വെറും അച്ഛനും അമ്മയും. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര്. ഇതാ നോക്ക്. വരൂ, നമുക്ക് ഓർക്കിഡിന്റെ 2-3 വെറൈറ്റി വാങ്ങിക്കണം. ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റിയാ ഉള്ളതെന്നറിയോ? ഓർക്കിഡ് ഇപ്പൊ എന്താ വിലയെന്ന് നിനക്കറിയോ? പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്ന് തുടങ്ങിയോ? വല്ലാത്തൊരു ക്ഷീണം. അതിങ്ങനെ വെറുതെ ഇവിടെ കുത്തിരിക്കുന്നുണ്ടാ? ഉണ്ണി വീഴും. ചെന്ന് കുളിക്കുണ്ണി. എണ്ണ തേക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ചെല്ലു മക്കളെ. ഇംഗ്ലീഷ് പത്രം അല്ലേ? അതെ, അയലോക്കത്തെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര. ഹരിയേട്ടന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ. അത് മാത്രമല്ല, അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഗോപീഷ്ണ അടുത്തേക്ക് പോവല്ലേ. പത്രക്കാരനോട് ചോദിക്കാഞ്ഞിട്ടല്ല, ഇടവിട്ട് മലയാള പത്രം ഇടാൻ അവന് ബുദ്ധിമുട്ടാണത്രേ. ഞാനാണെ പത്രം വായിക്കാറില്ല. വെറുതെ എന്തിനാ ഒരു വേസ്റ്റ്? അച്ഛനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കേ, വെറുതെ ഇരിക്കല്ലേ. ഫ്ലുവന്റ് ആവട്ടെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇത്തിരി ആശ്വാസമൊക്കെ അടിച്ചു ചെത്താം. കൃഷ്ണമായ നിവാസ്.
മേലെ പുരയ്ക്കൽ എന്ന് വെച്ചാൽ ഒരു തറവാടുത്തില്ല ഉണ്ടോ? ടൗണല്ലേ? ഇതാ ടൗണിൽ തറവാടുത്താൻ പാടില്ല എന്നുണ്ടോ? അതല്ല, നമ്മുടെ പട്ടിക്കാട്ടിലെ പോലെയാണോ? മേലേപ്പുരിക്കലെന്ന് പറഞ്ഞ ഒരു പരിഷ്കാരം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്ക്. ചന്ദ്രശേഖര മേനോൻ, പാർവതി അമ്മ എന്നൊക്കെയുള്ള പേരും ഇനി പരിഷ്കരിക്കേണ്ടി വരുവോ ആവോ. ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ? ഇത് ഇവര് വളർത്തണമല്ല, വല്ലൂരും വളർത്തണത് കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് വെക്കണതാ. ഓ, ആഹാ, എത്തിയോ? ഞങ്ങള് കാത്തിരിക്കായിരുന്നു. രാധിക എവിടെ? കോളേജ് വിട്ടാ അവള് നേരെ ഇങ്ങോട്ട് വരും. വരൂ. നല്ല പണിയാ കാണിച്ചത് രണ്ടാളും. വന്നിട്ട് ഓഫീസിൽ പോകാന്ന് കരുതി കാത്തിരുന്ന് വേറെ ഇറങ്ങി. ഇപ്പൊ സമയത്തായെന്നറിയോ? ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഞങ്ങളോ? ഇയാളാടാ വൈകിച്ചത്. കാലത്തെ മുതൽ കുളിയോട് കുളി. ഞാൻ ഇന്നലെ വൈകിട്ടേ കുളിച്ചങ്ങ് റെഡിയായി. അതങ്ങോട്ട് കൊടുക്ക് മോളെ. നല്ല പഴുത്ത കുറെ പേരയ്ക്ക, അത് ആദ്യം എടുത്തു. ഓ, വല്ലാത്തൊരു നടുവേദന. ഈ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നേ. എന്താ തിരക്ക് ബസ്സിനുള്ളിൽ. എടോ, ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. ഗോപിയുടെ അച്ഛനും അമ്മയും വന്നേക്കണ്. എവിടെ? വരുമെന്ന് ഗോപി പറഞ്ഞു. കാത്തിരുന്നു മയങ്ങിപ്പോയി. ഗുളിക കഴിച്ചതിന്റെ ക്ഷീണമാണെന്നേ. സുഖല്ലേ മേന്നെ? അതെ, പരമസുഖ. മായയും ഗോപിയും കൂടെ വന്ന് വിളിച്ചപ്പോ വീട് അടച്ചു പൂട്ടി ഞങ്ങൾ ഇങ്ങു പോന്നു അല്ലേ? സുഖമില്ല, ശ്വാസം മുട്ടലുണ്ടേ. ഇവിടെ ആകുമ്പോ നല്ല ഡോക്ടർമാരാരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു. അതുമല്ല, വയസ്സാം കാലത്തിന് മരുമോ നോക്കില്ലാന്ന് വെച്ചാ മേലേപ്പുരയ്ക്കൽ ആർക്കല്ല അച്ഛൻ എന്റെ നാണക്കേട്. തീർച്ചയായിട്ടും അച്ഛന് ലോകവിവരം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. നന്നായി. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എതിരൊന്നും പറയില്ലാന്ന്. അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു ഗോപിയേട്ടൻ. ഇപ്പഴെന്തായി? മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. 1.5 കൊല്ലം ആയില്ലെങ്കിലും അച്ഛന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോപിയേട്ടൻ അറിയില്ല അല്ലേ അച്ഛാ? പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിൽ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയ അപ്പ ഞാൻ പറഞ്ഞു വിടും. ഹാളിൽ കിടക്കുന്നോണ്ട് അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലോ. ഏയ്, സന്തോഷേ ഉള്ളൂ. ഹോളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്ര വിമിഷ്ടമുണ്ടാവില്ല. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു തിരുവാതിര കളിയാവാം. എന്താ? രണ്ടൂന്ന് ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവുമില്ല. ഓഹോ, നിങ്ങളുടെ മുറിയിൽ നിന്ന് കുമുകുമാന്ന് പുകവരണു. വല്ല തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ടോ? നോക്കിയേ. ഗോപി ഉണ്ടല്ലോ മുറിയില്. ഓഹോ, എന്നിട്ടൊരു അനക്കമില്ലാലോ. വാതിലും കുറ്റിട്ടിടന്ന് ഉറങ്ങാവും കുമാരനൻ. ഞാൻ നോക്കാം. അച്ഛനോട് നിന്നോ, ഞാൻ നോക്കിക്കോളാം. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഗോപിയേട്ടാ. എന്താ? ഒരാഴ്ച കുശാലായിട്ട് പുകച്ച് ഊതിയതല്ലേ, ഇനിയും നിർത്താറായില്ലേ? എന്താ പോകാന്ന് അച്ഛൻ ചോദിക്കുക. എന്തൊരു കഷ്ടമായത്. 4 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വാതന്ത്ര്യമായിട്ട് സേർട്ട് വലിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ എന്തിനാ തീയും പോകാൻ അന്വേഷിച്ച് നടക്കണേ? വയസ്സാലത്തോടെ രാമായണം വായിച്ചിരിക്കാനുള്ളതിന് വെറുതെ ശല്യം ഉണ്ടാക്കാനായിട്ട്. അതെ അച്ഛാ, അച്ഛാ, കൊതുക് തിരി കത്തിച്ചു വെച്ചോണ്ട് മുറിയിലാകെ പോകയാ. എന്ന് വെച്ച് കത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏയ് പറ്റില്ല. 4-5 ലക്ഷം രൂപ മുടക്കി സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് പിന്നെ കൊതുവിനെ പേടിച്ച് ഓടാൻ പറ്റുമോ? മോളെ, സകല മുറിയിലും കൊതുക് തിരി കത്തിച്ച് വെക്കാൻ പറയാം അവനോട്. ശരിക്ക് പോകച്ചാ പിന്നെ താൻ പേടിക്കണ്ട. ഇനി ഈ വീട് മുഴുവൻ കത്തി എരിഞ്ഞാലും വായ തുറക്കില്ല ഞാൻ. ഒരേ
ദാ 3 ടിക്കറ്റ് എടുത്തോ. ആ 3 ടിക്കറ്റോ? അതെന്താ 3 ടിക്കറ്റ്? 2 എണ്ണം സ്വയക്ക് ഇരിക്കാൻ 1 എണ്ണം എനിക്ക്. സിനിമ തിയേറ്റർ ആണെന്ന് ഞാൻ നോക്കൂല, ഇടിച്ച് ഫോക്കസ് ഔട്ട് ആക്കി കളയും. ആൾക്കാർ കാണും സ്വയം. ആൾക്കാർ അവിടെ നിൽക്കും. നിക്കട്ടെ. ഈ രാജേന്ദ്രൻ ഇവന്റെ ട്യൂഷൻ എടുപ്പ് തിയേറ്ററിലാക്കിയോ? ഞങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ചേടാ ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പോഴിവിടെ വെച്ചോ പടം കാണണ്ടേ? പടം നമുക്ക് നാളെയും കാണാം. ഇവര് നാളെ ഇവിടെ വരുമെന്ന് എന്താ ഉറപ്പ്? ഈ പടം നാളെ ഇവിടെ ഉണ്ടാവും എന്താ ഉറപ്പ്? പടമാണോ വരും സഹോദരനാണോ? സഹോദരൻ. ആണേ എന്നാ എടാ ദീപം ദീപം ദീപം. അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനിലായി പോയി. ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ, നല്ല സുഹൃത്തുക്കളാ ഞങ്ങള് തമ്മില്. നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ഞാൻ ആരാ? നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും, സിനിമയ്ക്ക് പോകും, അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ. ഇന്നലത്തെ ഒരു 5 രൂപ ബാലൻസ് ഇങ്ങോട്ട് വരും. രാജേന്ദ്ര നിന്റെ ചില്ലറയുണ്ടോ? 2 5 എടുക്കാൻ. ഇല്ല, ആ അപ്പൊ നാളത്തെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കടം എടുത്തു കൊടുക്ക്. അച്ഛനായിരുന്നാലും ശരി ആരാച്ചായിരുന്നാലും ശരി, കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട. ഓക്കെ. നീ ഇച്ചിരി രസം ഇങ്ങോട്ട് ഒഴിക്കേ. അല്ല എനിക്കെന്താ വിളമ്പാത്തെ? മനസ്സിലായില്ലേ? പണം വെക്കാതെ വിളമ്പുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല, പിന്നെ ആ കടം. ഒരു ദിവസമൊക്കെ ഏട്ടന്റെ ചെലവില് ഏട്ടത്തേമ്മയുടെ കൈ കൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ പണം? സ്വയെ വിളമ്പിക്കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ. എന്താ വെള്ളം വല്ലതും വേണോ? എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? ആ ഏട്ടത്തിയ ഇനിയും ചങ്കി ഓ കുത്തരുത്. അപ്പൊ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചു അല്ലേ? എങ്കിലൊന്ന് ചോദിക്കട്ടെ, രാധിക ഇഷ്ടമാണോ? കേടൊന്നുമില്ല. ദേ ഇങ്ങനെ ഉരുട്ടിപ്പരട്ടൊന്നും വേണ്ട. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഇനി ആ കൊച്ചിനെ തല്ലു വിളിക്കാനാണോ പരിപാടി? അയ്യോ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മനസ്സിൽ കണ്ടേക്കണേ? ഏതായാലും മേനോനങ്കളിന് എന്നോട് വിരോധമൊന്നുമില്ല. ജോലിക്കാരി ഒന്ന് ശരിയായ നേരിട്ട് ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാളെ തന്നെ പോയി ചോദിക്കാം. ഒരു അച്ചാരം ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോ ഞാൻ പറയാം. എന്നാ ശരി, വായന മുടക്കുന്നില്ല. അയ്യോ അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടില്ല, ആ രാധികക്കായ ടെൻഷനായി പോയി. അയ്യോ പാവം. നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. വിരോധമൊന്നുമില്ലല്ലോ? അയ്യോ സന്തോഷമുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവനോട് എന്താ പറഞ്ഞ? ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും. അതിന് തമ്പി സാറിനെന്താ? ചാപ്പാടൊക്കെ കഴിച്ചില്ലേ? അല്ല എരിവും പുളിയൊക്കെ പാകമാണല്ലോ. എന്നാലേ ചെന്ന് കിടന്ന് ഉറങ്ങ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ?